ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് രകേശ്വരൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ മറ്റേ വീട്ടിലേക്ക് വന്നത്, കണ്ണൂർ വീട്ടിലേക്ക്. വളരെയധികം മിസ് ചെയ്യുന്നു ഗൈസ്. പെട്ടെന്ന് പോകേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ ഒരു പരീക്ഷയും കൂടി ബാക്കിയുണ്ടായിരുന്നു, ഹിന്ദി. അതുകൂടാതെ എനിക്കൊന്ന് ബാങ്കിലും പോകണം. അങ്ങനെ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിവട്ടം പറഞ്ഞാൽ എനിക്ക് സമൂസ വേണം. ആദ്യം അവനൊരു വട കഴിച്ചു, പിന്നെ സമൂസ കഴിച്ചു, ഒരു ഗ്ലാസ് ചൂട് ചായയും കഴിച്ചു. അങ്ങനെ ട്രെയിനും വെയിറ്റ് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി. ഇനി നേരെ റിട്ടേൺ വരുന്നത് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളൊന്നും എടുക്കുന്നില്ല ഞാൻ. കാരണം എന്ന് വെച്ചാൽ അവന് പരീക്ഷ ഹാളിലേക്ക് പോയി, ഞാൻ ബാങ്കിൽ പോയി. അപ്പോൾ വൈകുന്നേരം ട്രെയിനിൽ വരുന്നതാണ് കേട്ടോ അത്. ഈ ട്രെയിനിൽ യാദൃശികമായിട്ട് ഞങ്ങളൊരു മാലാകക്കുട്ടിയെ പരിചയപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ TTR എന്നോട് ചോദിച്ചത് അത് നിൻ്റെ കുട്ടിയാണെന്ന്. കാരണം ആ കുട്ടി ഫുൾ ടൈം ആ കമ്പാർട്ട്മെൻറ്റിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും, എൻ്റെ കമ്മലിങ്ങനെ തൊടും, എൻ്റെ മുത്തിക്കടിക്കും, എനിക്ക് ഉമ്മ തരും. അത്രയ്ക്കും ശരിക്കും എനിക്ക് അവളെ ഒരിക്കലും ജീവിതത്തിൽ മിസ് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും വെച്ചിട്ട് ഇനി വീണ്ടും കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് രാത്രിക്കാണ് കേട്ടോ. ഞാൻ നേരെ തിരിച്ച് എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഉത്സവമാണല്ലോ, തെയ്യത്തിൻ്റെ രണ്ടാമത്തെ ദിവസം. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ തെയ്യം മിസ്സായി. ഒന്നാമത്തെ ദിവസത്തെ തെയ്യം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി വെടിക്കെട്ട് മഹോത്സവമാണ്. അതുകൂടാതെ ഗാനമേളയുണ്ടായിരുന്നു. ഗാനമേള സ്റ്റാർ സിംഗറിൻ്റെ ഭരത്താന്ന് വന്നിന്. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് അടിപൊളിയാണ്. കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റിയിട്ട് കേട്ടോ. പിള്ളേർ കുഴപ്പാക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ അമ്പലത്തേക്ക് വന്നു. അവരവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. അമ്മയും മഞ്ജിമയും നമ്മളെല്ലാവരും അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ നേരെ വെടിക്കെട്ടും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ താഴെയിരുന്നു. പിന്നെ മഞ്ജുഭവനം പതിവ് പോലെ നമ്മൾ സ്ഥിരം കാണുന്ന വെടിക്കെട്ട് കാണുന്ന ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ. തൊട്ടിലാട്ടത്തിൻ്റെ ആ ഏരിയയിലുണ്ടാകുന്ന ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അപ്പോൾ വെടിക്കെട്ട് തുടങ്ങുന്നതിനായിട്ട് മുമ്പ് രഥോത്സവം കൂടിയുണ്ട്. രഥം ഇവിടെ നിന്ന് ആൽത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തേക്ക് എത്താം. അതിന് ശേഷം വെടിക്കെട്ട് തുടങ്ങുക. അങ്ങനെ രഥം വലിക്കാനുള്ള തയ്യാറെടുപ്പെല്ലാമായി. ഇപ്രാവശ്യം നീവൂട്ടൻ പറഞ്ഞമ്മേ എനിക്ക് രഥം വലിക്കണം. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, നിൻ്റെ ആഗ്രഹമല്ലേ. നീവൂട്ടൻ രഥം വലിക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ പോയിട്ടാണ് പിന്നെയെല്ലാം നോക്കുന്നത്. അപ്പോൾ മുകളിൽ പോയിരുന്നാൽ വളരെ വ്യക്തമായിട്ട് കാണും. അവിടുന്ന് ഭണ്ഡാര എഴുന്നള്ളത്തും ആ ഭണ്ഡാര അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് വെടിക്കെട്ട് തുടങ്ങുക. ഇതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ട് തുടങ്ങി. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒച്ചയുള്ള പടക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒച്ച മീൻസ് വലിയ കുണ്ട് പോലത്തെ പടക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നോർമലായിട്ടുള്ള പടക്കങ്ങൾ മാത്രം, കാണാൻ നല്ല രസമുള്ള പടക്കങ്ങൾ മാത്രം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നീലേശ്വരത്ത് നടന്നൊരു അപകടത്തെ തുടർന്നിട്ട് അതിനെല്ലാം ഒരു പരിധിവരെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പടക്കങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഏകദേശം പടക്കെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്വീറ്റ് കേണും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ബൈ, സീ യു.